ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് തടസ്സമായിരിക്കുന്നത്. മനസ്സെപ്പോഴും ഇന്ദ്രിയദ്വാര ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ മാത്രം വ്യാപരിക്കുന്നതിനാൽ അവയിൽ സുഖദുഃഖങ്ങളും കണ്ട് സന്തോഷിച്ചും ദുഃഖിച്ചും കാലം കളയുന്നു. എന്നാൽ അതേ മനസ്സിനെ തന്നെ മനസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആത്മതലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ യഥാർത്ഥ സ്വരൂപമറിഞ്ഞ് തനിക്ക് പൂർണ്ണനായിത്തീരാൻ സാധിക്കുന്നതാണ്. അതിനാൽ അതൊരു ഉപമയിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുകയാണ്. ദർപ്പണം തൻ മുഖത്തിൻ നേർവെച്ചാൽ അപ്പോൾ മുഖത്തിനെ കണ്ടുകൊള്ളാം. അപ്രകാരം മനസ്സാത്മാവിൻ നേർവെച്ചാൽ ചിൽപ്രഭ കണ്ടിടാം. സത്യം തന്നെ. ദർപ്പണം തൻ മുഖത്തിൻ നേർവെച്ചാൽ, ദർപ്പണം എന്നാൽ കണ്ണാടി. കണ്ണാടി നമ്മുടെ മുഖത്തിൻ്റെ നേരെ വെച്ചാൽ നമുക്ക് നന്നായി കാണാം. ദർപ്പണം തൻ മുഖത്തിൻ നേർവെച്ചാൽ അപ്പോൾ മുഖത്തിനെ കണ്ടുകൊള്ളാം. കണ്ണാടി നമ്മുടെ നേരെ വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുഖത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ അപ്രകാരം മനസ്സാത്മാവിൻ നേർവെച്ചാൽ, അതുപോലെ തന്നെ കണ്ണാടിക്ക് അഭിമുഖമായി മുഖം വന്നാൽ എപ്രകാരം കണ്ണാടിയിൽ ആ മുഖം പ്രതിഫലിച്ച് കാണാൻ പറ്റുമോ, അതേപോലെ നമ്മുടെ മനസ്സ് ആത്മാവിൻ്റെ നേരെ വയ്ക്കണം. മനസ്സാകുന്ന കണ്ണാടി ആത്മാവിൻ്റെ നേരെ വെച്ചാൽ ചിൽപ്രഭ കണ്ടിടാം. സത്യം തന്നെ. സത്യമായിട്ടും മനസ്സ് ആത്മോന്മുഖമായാൽ നമുക്ക് സത്യഞ്ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പ്രഭ കാണാൻ സാധിക്കും. അതിനാൽ മനസ്സെപ്പോഴും ആത്മഭാവത്തിൽ തന്നെ വർത്തിക്കാനാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് അതനുഭവമാവുകയുള്ളൂ. നമ്മുടെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ നമുക്ക് എത്രയെത്ര സമയങ്ങളുണ്ട്. ആ സമയത്തിൽ ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾ ഇതഭ്യസിച്ചാൽ നമ്മുടെ മനസ്സ് പിന്നീട് ആ സ്ഥാനത്ത് നിന്നും വിട്ടുപോരാൻ ഇഷ്ടപ്പെടുകയില്ല. അത്രയും പരമമായ നിർവൃതിയായിരിക്കും അപ്പോൾ നമുക്ക് അനുഭവമാവുക. കാരണം അതിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അതിൽ നിന്ന് പുറപ്പെട്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിച്ചതോടുകൂടി ഈ വിഷയങ്ങളിൽ നാം കെട്ടപ്പെട്ടിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിലാണ് സുഖമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ നിന്ന് സുഖവും ദുഃഖവും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് ക്ഷണികമായ സുഖദുഃഖങ്ങളാണ്, അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് അനുഭവിക്കാനുള്ള ശരീരമാകട്ടെ ജീർണിച്ചും കൊണ്ടിരിക്കുന്നു. എന്നും അതിൽ ആരോഗ്യത്തോടുകൂടി അനുഭവിക്കാൻ സാധിക്കുന്നുമില്ല. ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കുന്നു. അവയ്ക്ക് ചെവിക്ക് കേൾക്കാനുള്ള കഴിവും കണ്ണിന് കാണാനുള്ള കഴിവും രസനേന്ദ്രിയമാകുന്ന നാവിന് രസമറിയാനുള്ള കഴിവും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നഷ്ടപ്പെടുമ്പോൾ തനിക്ക് തൻ്റെ ഉള്ളിൽ അമർഷവും ദേഷ്യവും ഉണ്ടാവുക സ്വാഭാവികമാണ്. രോഗബാധിതനായ ഒരാൾ, പനി പിടിച്ച ഒരാൾക്ക് ആഹാരം കഴിക്കാൻ ഒന്നിനും രുചിയില്ല. അങ്ങനെയുള്ള ഒരാൾ ആഹാരം പാകം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തും. ഇതിലെന്താ ഉപ്പില്ല, മുളകില്ല, ഇത് കഴിക്കുന്നുണ്ടല്ലോ, ഇത് മനുഷ്യന് തിന്നാനാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെല്ലാം അവരെ ശകാരിക്കും.
കാരണം ആഹാരത്തിൻ്റെ കുഴപ്പമല്ല, തൻ്റെ നാവിൻ്റെ കുഴപ്പമാണ്. അതൊട്ട് അംഗീകരിക്കുകയുമില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്രകാരം തന്നെയാണ് ഈ വിഷയവസ്തുക്കളോട് ഒറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോരാൻ തോന്നുകയുമില്ല, വിട്ടുപോരാനൊട്ട് സാധിക്കുകയുമില്ല. ഇവയിൽ നിന്ന് വിട്ട് ആത്മോന്മുഖമായി മനസ്സ് തിരിഞ്ഞാൽ മാത്രമേ ആത്മാനുഭൂതി നുകരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നാം എന്തു ചെയ്യണം? ദർപ്പണം തന്മുഖത്തിൽ നേർവെച്ചാൽ അപ്പോൾ മുഖത്തിനെ കണ്ടുകൊള്ളാം. അപ്രകാരം മനസ്സാത്മാവിൻ നേർവെച്ചാൽ ചിൽപ്രഭ കണ്ടിടാം. സത്യം തന്നെ. എത്ര പരമാർത്ഥമാണ് ഇത്രയും ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ സാഹിത്യമോ നമുക്കറിയാത്ത ഭാഷയോ ഇല്ല. പച്ച മലയാളത്തിൽ അതും വളരെ ലളിതമായി നമുക്ക് നമുക്ക് വിവരിച്ചു തരുന്നു ആ നമ്മുടെ മഹാത്മാക്കളായ മഹത് വ്യക്തികൾ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.